എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ. AD 1520 മുതൽ 1593 വരെ തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനായ ശ്രീ അപ്പയ്യ ദീക്ഷിതർ രചിച്ച മാർഗബന്ധു സ്തോത്രം. തമിഴ്നാട്ടിലെ വിരിഞ്ചപുരത്തുള്ള മാർഗബന്ധു ശിവക്ഷേത്രത്തിലെ ശിവനെ കുറിച്ചാണ് അദ്ദേഹം ഈ സ്തോത്രം രചിച്ചത്. ഇത് യാത്രകൾക്ക് മുൻപ് ഈ സ്തോത്രം ജപിക്കുന്നത് മാർഗതടസ്സം ഒഴിവാക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ ഫാലാവനം രത്കിരീടം ഫാലനേത്രാജിഷാദക്തപഞ്ചേക്ഷുകീടം ശൂലാഹതാരാദികൂടം ശുദ്ധമർത്തേന്ദുചൂഢം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ അംഗേ വിരാജത്ഭുജംഗം അഭ്രഗംഗാതരംഗാഭിരാമോത്തമാംഗം ഓംകാരവാടീകുരംഗം സിദ്ധസംസേവിതാഗ്രീം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ നിത്യം ചിദാനന്ദരൂപം നിഹ്നുതാശേഷലോകേശ വൈരീപ്രതാപം കാർത്തസ്വരാഗേന്ദ്രചാപം കൃത്തിവാസം ഭജേ ദിവ്യസന്മാർഗബിന്ദും ശംഭോ മഹാദേവ ദേവ കന്ദർപ്പദർപ്പഘ്നമീശം കാലകണ്ഠം മഹേശം മഹാവ്യോമകേശം കുന്ദാഭദന്തം സുരേശം കോടിസൂര്യപ്രകാശം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ മന്ദാരഭൂതേരുദാരം മന്ദരാഗേന്ദ്രസാരം മഹാഗൗര്യദൂരം സിന്ദൂരദൂതപ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗബിന്ധും ശംഭോ മഹാദേവ ദേവ അപ്പൈകയച്വേന്ദ്രഗീതം സ്തോത്രരാജം പഠേദ്യസ്തു ഭക്ത്യാ പ്രയാണേ തസ്വാർത്ഥസിദ്ധിം വിധത്തേ മാർഗമധ്യേ ഭയം ചാശുതോഷീ മഹേശം ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ ശംഭോ മഹാദേവ ദേവ ശംഭോ മഹാദേവ